ഹലോ, ചേട്ടാസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന ഞാനോ അച്ഛനോ ആരുമല്ല. നമ്മളൊരു പുതിയൊരു ആളാണ്, ഒരു കുട്ടി കർഷകനാണ് ഈ ഒരു വീഡിയോ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്. കുട്ടി കർഷകൻ എന്ന പേരിൽ മാത്രമല്ല, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഓരോന്ന് നോക്കി നടത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ പേര് വന്നിട്ട് വസുദേവ് എന്നാണ്. അപ്പൊ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ഛാ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോക്കകത്ത് അവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയും അവർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട്. അത് ഏതവനാണ്? ജ്യോതിഷിന്റെ മകനെ കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത്? ജ്യോതിഷിന്റെ മകനെ കുറിച്ച്. ജ്യോതിഷിന്റെ മകനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം ജ്യോതിഷ് അറിയപ്പെടുന്ന ഒരു കഞ്ഞിക്കുഴിയിൽ അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകനാണ്. ജ്യോതിഷും ഭാര്യയും അവർ നല്ല കർഷകരാണ്. പക്ഷെ ജ്യോതിഷിന്റെ അടുക്കെ കൃഷിയെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് വീട്ടിൽ പോരാൻ പറ്റത്തില്ല. അതിന് മാത്രം വാദോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിഷ്. അവന്റെ മകനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് അവന്റെ ഇപ്പോഴത്തെ സംസാരം. കാരണം ആ രീതിയെ കുറിച്ച് നമ്മള് ആധികാരികമായിട്ട് കൃഷിയെ കുറിച്ച് ഇപ്പൊ അവൻ സംസാരിക്കും. പറയുന്നത് ചിലപ്പോ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വാദോരാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പോലും ഇപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റും, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അവൻ ഈ കൃഷിയുടെ കാര്യത്തിൽ ഒരു വൈറലാകാൻ സാധ്യതയുള്ള ഒരു താരമാണ്. അപ്പൊ ആ താരത്തെ പരിചയപ്പെടുത്തുക നല്ല കാര്യം. ഹായ് ഗായ്സ്, ഞാനും ജോഡിയൊക്കെയും കൂടെ പുതിയ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാനൊരു കൃഷി ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇത് ടിപ്പ് ഇട്ടിട്ടുണ്ട്. ചെടികൾക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ ഇതാണ് സഹായിക്കണം. ഇതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാനാണ്. ഇതിങ്ങനെ കുഴി ഇടാൻ ഒരു ദോരം വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടാനായി ഇത് കിടക്കണം. അത് തിന്ന് മൂടിയിട്ട് അതിന്റെ അടിയിൽ കൂടെ വെള്ളം കിട്ടാനാണ് ഫുള്ളും കവർ ചെയ്യും. ഇഷ്ടമാണ്. പഠിത്തത്തോടെ ഞാൻ പഠിക്കലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്തോട്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ പയർ ഇങ്ങോട്ട് ഈ വിത്തൊക്കെ ഇട്ട് വിത്തിന്റെ ഷേപ്പൊക്കെ ഞങ്ങൾക്ക് കണ്ടേ. ഇതാണ് വിത്ത്, ഇത് പയറിന്റെ വിത്താണ്. കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്, തീരുന്നില്ല. പക്ഷെ ചീത്തിട്ട് തിന്ന് നാളെ കുറച്ച് പയറിടാനുണ്ട്. അഴിച്ചഴിച്ച് ഇനി ഒരു 2 കൂടിയല്ലേ, ഒരു പെട്ടെന്ന് രീതിയിൽ കുറെ സമയത്താണ്. ഇപ്പൊ ഒരു ഉച്ചയായി, ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് വാങ്ങും. പിന്നെ ഒരു രാത്രിയാകുമ്പോ തീരും. 2 കൂടിയല്ലേ, പാടാണ്. ഇട്ടവും ചെയ്തേക്കണ കണ്ടില്ലേ, 4 വളം പെട്ട് ഹാർഡ് വർക്ക് തന്നെയാണ്. ഇത് ഞങ്ങൾ ഹോളിടുവാണ്. വിച്ച് അങ്ങോട്ട് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കും. പിന്നെ ഈ പൈപ്പിലൂടെ വെള്ളം വരും. ഇവിടെ ഒരു പൈപ്പുണ്ട്, അത് ആ ഭാഗത്താണ് ഇടുന്നത്. അപ്പൊ നല്ലപോലെ വെള്ളം വന്ന് ഇത് വരാതും ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുവാണ്. ഇതിന് ഒരു പെട്ടയുണ്ട്, ഇന്നത്തെ കിറ്റ് വലിച്ചിടണം. അതുകൊണ്ട് ഞങ്ങൾ വേറെ പൈപ്പൊക്കെ ഉപയോഗിക്കും ഇടക്കിടക്ക്. ഇപ്പൊ ഇതേ കിറ്റിയുള്ളു. ഇതാണ് പയറിന്റെ വിത്ത്. കാണാൻ കുഞ്ഞ് പയർ പോലെ ഇരിക്കും. അവർ സ്വീകരിച്ചു തരുന്നതാണ്. ഇങ്ങനെ കുഴക്കണം. ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുഴക്കണം. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇടണം, മൂടണം. കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം. കുറച്ച് കഴിയുമ്പോ അങ്ങനെ ഇത് ചെയ്യണം. ഇവിടെ പയറാണ് നടാൻ പോണ. ഇങ്ങനെ വെള്ളം ഒഴിച്ചിടണം. തോണ്ടുമ്പോ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇടണം. ഇത് ചീത്തുണ്ടെങ്കിൽ അതും കിരിക്കുന്നതാണ്. തോണ്ടണം, ഇങ്ങനെ ഇടണം.
ഹലോ, ഇത് നമ്മളിപ്പോ ഇത്തോൺ പൂർത്തീകരിച്ചു കഴിഞ്ഞു അല്ലേ? അതും കൂടെ ചെയ്താൽ നമുക്ക് ഇപ്പത്തെ വർക്ക് ചെയ്ത് എനിക്ക് പഠിത്തത്തോടെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അവര് ഇതിന്റെ പങ്കെടുത്തോടാണ് ഇപ്പൊ ഇത്തോടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ ചെയ്തോളാം. ഇത്തോടെ ഞാൻ സഹായിച്ചു കൊടുത്തതാണ്. എന്റെ അക്കയും അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് വെച്ച് സഹായിച്ചതാണ്. പിന്നെ ഞങ്ങള് അച്ഛനും ഒക്കെ മെഡലൊക്കെ കിട്ടിയോണ്ട് അവർക്ക് നല്ലപോലെ അറിയാനുണ്ട്. അവർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ ഇത്ര അവസാനിക്കുവാണ്. അടുത്ത വീഡിയോസുമായി 4 വീഡിയോ ഉണ്ട്. അതിൽ പിന്നെ ഇടാം. ടാറ്റാ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടും ഓരോ ലൈക്കും ആണെങ്കിൽ പോലും അവന് കിട്ടുന്ന, അതായത് നമ്മുടെ ആ ഒരു കുട്ടി കർഷകന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്, ഒരു പ്രോത്സാഹനമാണ്. അപ്പൊ അതുപോലെ ഒരു പ്രോത്സാഹനം കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടി കർഷകന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം നമ്മുടെ ഈ ഒരു കുട്ടി കർഷകനും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇനി വരും വീഡിയോസിൽ ആളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇനിയും നമ്മൾ ഒരുപാട് ബ്രേക്ക് എടുക്കാതെ കൂടുതൽ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.